അയച്ചതിനായി സ്തോത്രം. കർത്താവേ, ദൈവമക്കളെ ദൈവം കൂട്ടി വരുത്തിയതിനായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദേശത്തെ ദൈവസഭയ്ക്കായി പ്രാർത്ഥിക്കുകയാണ്. ദേശത്തെ ഞങ്ങളുടെ വേലയെ ദൈവം മാനിച്ച് അതിനെ ദൈവം വിസ്താരപ്പെടുത്തുമാറാകണമേ. ഇവിടെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ദാസനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം ഭവനമായി സ്വർഗം അനുഗ്രഹിക്കണമേ. സഭയിലുള്ള എല്ലാ ദൈവമക്കൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തിനായി ചുറ്റുപാടും പാർക്കുന്ന എല്ലാ ഭവനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കട്ടെ. ഈ രാത്രികാലത്തെ എല്ലാ ശുശ്രൂഷകളെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ, പ്രാർത്ഥനകൾ, ആരാധനകൾ, ദൈവജന ശുശ്രൂഷകളൊക്കെ ഈ രാത്രികാലം ഞങ്ങൾക്ക് നൽകുവാൻ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസന്മാരെ ദൈവം അധികാരത്തോടെ ഉപയോഗിക്കുമാറാകണമേ. കിടന്നുള്ള ജനത്തിനും സഭയ്ക്കും ദേശത്തിനും ഒരു വിടുതലായി തീരേണ്ടതായി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രികാലം നടക്കുന്ന എല്ലാ പ്രോഗ്രാമിൻ്റെ അനുഗ്രഹത്തിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. ആലയം പരിശുദ്ധ രക്തത്താൽ മുത്തിടണമേ. രാത്രി സമയം കടന്നു വരുവാൻ ആഗ്രഹത്തോടെ യാത്രയിലായിരിക്കുന്ന പ്രിയ ദൈവമക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യൂത്ത് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തകർക്കായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കട്ടെ. ദാസിദാസന്മാരെല്ലാം കർത്താവ് ഈ രാത്രി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ശുശ്രൂഷകൾ ദൈവം മാനിച്ചാട്ടെ. അല്പസമയം കർത്തൃസരം ഞങ്ങൾ ഇരിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. അറിയാവുന്ന പാട്ടുകൾ പാടി ദൈവത്തെ നമുക്ക് ആരാധിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. അഗ്നി തന്നാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നി തന്നാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു കൂടെ വരുവാ കർത്തനുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു കൂടെ വരുവാ കർത്തനുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ, ഹല്ലേലൂയ, എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ, ഹല്ലേലൂയ, വന്മാതിൽ ശാരകധാരവൗഡ യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വന്മാതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു. 4 നാളായാലും നാചംബാമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരൂ. 4 നാളായാലോ നാചംബാമിച്ചാലോ കല്ലറ മുൻപിൽ കർത്തൻ വരൂ. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ ഞെടൂ.
വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. ഹല്ലേലൂയ. സതാന്റെ പ്രവർത്തികൾ അഴിഞ്ഞിടും കാണുന്നു ഞാൻ വിശ്വാസത്താൽ. എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ. എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിലെന്നാവോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിലെന്നാവോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. അഗ്നി തന്നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. അഗ്നി തന്നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു കൂടെ വരുവാൻ ുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു ഹല്ലേലൂയ വരുവാൻ കർത്തനുണ്ട് കാണുന്നു ഞാൻ വിശ്വാസത. ഹല്ലേലൂയ. എൻ മുമ്പിൽ ചെങ്കടൽ ഹല്ലേലൂയ. കാണുന്ന കാര്യങ്ങൾ കൺമുമ്പിലെന്നാവോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിലെന്നാവോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിലെന്നാവോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിലെന്നാവോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ദാരേ ഇവനാരകരകജാര വൗഷമാനകം ധരീവാനകശമാനക ഇകനകാരകടകജാലവൗഷമാനകം ധരീഭിമാനകശമാനക ഇകനകശമാനക ധിരീഭിമാനകടകജ ഇകനകാരകടകജാലവൗഷമാനകം ധരീവിമാനകശമാനക ഇകനകന്തുരാലവൗഷമാനകരകജാലക ഇകനകശമാനവൗഷമാനകാരകടകജാലവൗഷമാനകം ധന വിവരന്തുരാലവൗഷമാനകം ധിരാരക ഇകനകാലകടകജാലവൗഷമാനകടകജാലവൗഷമാനകം ധിരീഭിമാനകരകജാനക ഇകനകരകജാലകടകശമനകാരകടകജ ഇകനകാരകടകശമനകരകജാലകടകജ ഈവരച്ചുനാലവൗഷമാനകം ധിരീവിമാനവൗഷമാനകം ധിരീവിമാനകശമാനക ഇകനകാരകടകജാലകശമാനകം ധന ഈവരത്തുനാലവൗഷമാനകം ധുനാലക ഇകനകാലകടകജാലവൗഷമാനകം ധിരീവിമാനകാരകജാലകടകജാലകടകജ ഇകനകാരകടകശമനകരകജാലകടകജ ഇകനകാരകടകശമനകരകജാലകടകജ ഈവരത്തുനാലവൗഷമാനകം ധിരീവിമാനവൗഷമാനകം ധിരീവിമാനകശമാനക ഈവരത്തുനാലവൗഷമാനകം ധുനാലക ഇകനകശമാനവൗഷമാനകം ഓളങ്ങളാ വലഞ്ഞിടുമ്പോൾ ലെൻ പടകിൽ ആഴിയതിൻ ഓളങ്ങളാ വലഞ്ഞിടുമ്പോൾ എൻ പടകിൽ എൻ്റെ പ്രിയൻ യേശുണ്ട് ചേർന്നിടുമേ ഭവനമാതിൽ എൻ്റെ പ്രിയൻ യേശുണ്ട് ചേർന്നിടുമേ ഭവനമാതിൽ തിരുക്കരത്താ വഹിച്ചു എന്നെ തിരുഹിതമേ
ഗീതം പോ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യൂത്ത് ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ മീനാറകുളം ദൈവസഭയിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ പ്രാർത്ഥനാ മീറ്റിങ്ങിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ച ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയം ഈ മീറ്റിംഗ് അനുഗ്രഹമായി ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ ബിജോഷ് പാസ്റ്റർ, അതുപോലെ തന്നെ ബന്ധക്കോസ് ഫെലോഷിപ്പ് ദൈവസഭകളുടെ പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ എം ബി ജോൺ പാസ്റ്റർ, അതുപോലെ തന്നെ പ്രിയ ദിവദാസി, യൂത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സന്ദീപ്, സെക്രട്ടറി ആയിരിക്കുന്ന ബ്രദർ അജേഷ്, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദിവദാസന്മാർ ഹനീഷ് പാസ്റ്റർ, അതുപോലെ തന്നെ റോജേഷ് പാസ്റ്റർ, അനീഷ് ജേക്കബ് പാസ്റ്റർ, കടന്നു വന്നിരിക്കുന്ന ദൈവദാസിമാർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങളെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം, ഈ രാത്രികാലം എനിക്ക് മുമ്പായിട്ട് കർത്താവിൻ്റെ ദാസൻ തങ്കച്ചൻ പാസ്റ്റർ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക ആലോചന പങ്കുവയ്ക്കുവാൻ വേണ്ടി ഇടയായി തീർന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമായ ദൈവവചനത്തിൻ്റെ സവിശേഷതകളും അതിൻ്റെ അനുഗ്രഹങ്ങളും അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ കർത്താവിൻ്റെ ദാസൻ പ്രസ്താവിക്കുവാൻ വേണ്ടി ഇടയായി തീർന്നു. സ്തോത്രം. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഓരോരുത്തരെയും നിലനിർത്തുന്നത്, നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം കൂടാതെ നമുക്ക് മുമ്പോട്ട് പോകുവാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഇവിടെ കേൾക്കുന്ന ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാരംഭമായി പ്രാർത്ഥനകളെ പറ്റി ഒരു 2-3 വാക്യം വായിച്ചിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ നൽകിയ ഒരു ആലോചന നിങ്ങളുമായി പങ്കുവച്ചിട്ട് ദൈവസന്നിധിയിൽ താണിരിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? സ്തോത്രം. വേദപുസ്തകം പഠിക്കുമ്പോൾ വിവിധ തരത്തിൽ വിവിധ നിലകളിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് താൻ ഭൂമിയിലായിരുന്നപ്പോൾ പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് പകൽ മുഴുവനും കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി കടന്നുപോയി വചനം പ്രസംഗിക്കുകയും തൻ്റെ അടുക്കൽ വരുന്നവർക്ക് അത്ഭുതങ്ങളൊക്കെയും ചെയ്തതിന് ശേഷം നാം വായിക്കുന്നുണ്ട്, ഏകനായി മലമുകളിൽ കയറിപ്പോയി പ്രാർത്ഥിച്ച ഒരു യേശുവിനെ കാണുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന യേശുവിനെ നോക്കിയിട്ട് ശിഷ്യന്മാർ പറയുകയാണ്, കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. അപ്പോൾ ശിഷ്യന്മാർക്ക് പ്രാർത്ഥന എന്താണ് എന്ന് യേശു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സുവിശേഷങ്ങൾ നാം വായിക്കുമ്പോൾ കർത്താവിൻ്റെ കർത്തൃപ്രാർത്ഥന നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നാമധേയ ക്രിസ്ത്യാനികളായിരിക്കുന്ന ആളുകളൊക്കെയും അത് ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, ഞങ്ങളുടെ രാജ്യം വരയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവരെ പഠിപ്പിച്ചു. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ശിഷ്യന്മാർക്ക് കർത്താവ് നൽകിയ പ്രാർത്ഥനയുടെ ഒരു മോഡലാണ്. ആ പ്രാർത്ഥന നമ്മൾ അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരായിരിക്കുന്ന ആളുകൾ അത് പിൻപറ്റുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തികളോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലോ ആ കാര്യങ്ങൾ അപ്പോസ്തലന്മാരോ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. അത് പ്രാർത്ഥനയുടെ ഒരു മാതൃക മാത്രമാണ്. എന്നാൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. അവർ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ
ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് രാത്രികാലം നമുക്ക് ലഭിക്കുന്ന ഈ നിമിഷം പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് ദൈവിക നന്മകൾ പ്രാപിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ് അവിടെ ഒരു ഉപമയൊക്കെയും കർത്താവ് പറയുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തുണ്ട്? പ്രാർത്ഥനയിൽ എന്ത് ചെയ്യരുത്? നാം മടുത്തു പോകരുത്. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടേയിരിപ്പിൻ. അപ്പോൾ മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുവാൻ എന്ത് ചെയ്യണം? സദാകാലത്ത് ഉണർന്ന് നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഗെത്സമനയിൽ വെച്ച് യേശു പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥന എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെയും കർത്താവ് വിശദമായിട്ട് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുവാൻ വേണ്ടി ഇടയായി തീർന്നു. അതുകൊണ്ട് ഈ പ്രാർത്ഥനകളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് രാത്രികാലത്ത് ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ 16-ാം അധ്യായം എൻ്റെ 6-ാമത്തെ വാക്യം മുതൽ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം നാം പഠിക്കുമ്പോൾ നാം മനസ്സിലാകുന്ന കാര്യമെന്ന് പറയുന്നത്, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെ 2-ാം മിഷണറി യാത്രയുടെ ചില കാര്യങ്ങളാണ് 16-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അതിൽ മെയിനായിട്ടും ഫിലിപ്പിയ പട്ടണത്തിൽ ദൈവം തൻ്റെ ദാസന്മാർക്ക് വേണ്ടി ചെയ്ത നന്മകൾ, അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ദൈവസഭയെ ഉപദ്രവിക്കുവാൻ വേണ്ടി കടന്നു വന്ന പൗലോസിനെ ദൈവം ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് തൊടുകയും അവിടെ മുതൽ ദൈവത്തിൻ്റെ മാനപാത്രമായി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ പൗലോസിനെ ദൈവം വിളിച്ച് വേർതിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം മുതൽ നാം വായിക്കുമ്പോൾ അന്ത്യോക്യയിലെ സഭയിൽ ദൈവത്തിൻ്റെ ദാസന്മാർ അവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൗലോസിനെയും ബർന്നബാസിനെയും എൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് പരിശുദ്ധാത്മാവ് വിളിച്ച് വേർതിരിക്കുന്നു എന്നുള്ള ആലോചനയാൽ ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കുന്ന പൗലോസും ബർന്നബാസും ശുശ്രൂഷയ്ക്ക് വേണ്ടി പുറപ്പെട്ടു. അവർ അന്ത്യോക്യയിൽ നിന്ന് യാത്ര ചെയ്ത് അവർ കുപ്രോസ് തുടങ്ങിയ അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ച് അവിടെ സഭകൾ സ്ഥാപിക്കുവാനും അനേകരെ ദൈവരാജ്യത്തിങ്കിലേക്ക് നേടുവാൻ വേണ്ടിയിടയായി തീർന്നു. 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ കടന്നു വന്ന് യെരുശലേമിലുള്ള ദൈവസഭയോട് അവർ എന്തു ചെയ്തു എന്നും ജാതികൾക്കും അതുപോലെ തന്നെ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർക്കുമുള്ള ചില പ്രശ്നങ്ങൾ അവർ പരിഹരിക്കുന്നതാണ് 15-ാമത്തെ അധ്യായം. 16-ാമത്തെ സ്തോത്രം അധ്യായം നാം വായിക്കുമ്പോൾ പൗലോസ് സ്തോത്രം വീണ്ടും പുറപ്പെട്ട് താൻ എവിടെയൊക്കെ ശുശ്രൂഷ ചെയ്തോ അവിടെയെല്ലാം കടന്നുപോയി ദൈവഭക്തന്മാരെ വചനത്തിൽ ഉറപ്പിക്കുന്ന അനുഭവങ്ങളാണ് നമുക്കവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്.
16 അധ്യായം 1 വാക്യത്തിൽ വായിക്കുമ്പോൾ അവർ കടന്നുപോയ ദേശങ്ങളിൽ വീണ്ടും കടന്നു എന്ന് അവരെ വചനത്തിൽ ഉറപ്പിച്ചു. സ്തോത്രം. വചനത്തിൽ ഉറപ്പിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ അടുത്ത ഭാഗം 6 വാക്യത്തിൽ പറയുന്നു, ആസിയിൽ ദൈവത്തിൻ്റെ വചനം സംസാരിക്കരുതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വിലക്കി. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നാം ഒരുമിച്ച് ചിന്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ശബ്ദം കേട്ട് നാം മുമ്പോട്ട് പോകുന്നവരാകുക. സ്തോത്രം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മുമ്പോട്ട് നാം പോകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ചില പ്രവൃത്തികളെ ഹല്ലേലൂയ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ താണിരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. നാം കേൾക്കേണ്ട ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം ഈ യൂത്ത് മീറ്റിംഗിൽ, ഈ പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ദൈവമേ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ, ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ എന്നെ ഒരുക്കണമേ, എൻ്റെ ഭവനത്തെ ഒരുക്കണമേ, എൻ്റെ സഭയെ ഒരുക്കണമേ. ഇന്ന് രാത്രികാലം ഇവിടെ കൂടി വന്നിരിക്കുന്നവരിൽ ഭൂരിഭാഗവും യൗവനക്കാർ ആയതുകൊണ്ട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, യൗവനത്തിലെ ദൈവത്തെ അറിയുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നെങ്കിൽ മാനുഷികമായ ശബ്ദമല്ല, ഹല്ലേലൂയ സ്തോത്രം, ഈ ലോകത്തിന്റെ മനുഷ്യന്റെ ശബ്ദമല്ല, ആത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ ഇന്ന് രാത്രികാലം ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഇവിടെ ലൂക്കോസ് പറയുകയാണ്, ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. സ്തോത്രം. ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും വളരെ കൂടുതലായി ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു ആത്മാവ് വിലക്കി. എന്നാൽ ഇന്ന് കൂടുതൽ എന്താ സംഭവിക്കുന്നത്? ആത്മാവിലെല്ലാവരും ഇളക്കി. സ്തോത്രം. ഹല്ലേലൂയ. ഇളക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് ഇന്ന് ദൈവസഭ കടന്നു പോകുന്നത്. സ്തോത്രം. ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്, പരിശുദ്ധ ആത്മാവ് എന്ന് പറയുന്നത് കർത്താവ് വാഗ്ദത്തം ചെയ്ത ഒന്നാണ്. സ്തോത്രം. യേശു പറയുന്നു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട് പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. സ്തോത്രം. പെന്തക്കോസ്തിന്റെ അനുഭവം എന്ന് പറയുന്നത് ആത്മാവിനാലുള്ള ജീവിതമാണ്, ആത്മാവിൻ്റെ കൂടെയുള്ള ജീവിതമാണ്, ആത്മാവിനെ അനുസരിക്കുന്ന ജീവിതമാണ്, ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്ന ജീവിതമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പലരും പറയും ആത്മാവ് ചിലത് ഒരുക്കുന്നു. അല്ല, ആത്മാവ് ചിലത് വിലക്കുന്നു. സ്തോത്രം. ഇന്ന് ശക്തമായി ദൈവത്തിൻ്റെ വചനം കേട്ട് ഹല്ലേലൂയ മടങ്ങിപ്പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, എല്ലാം ആത്മാവ് നൽകുന്നതല്ല, ചില കാര്യങ്ങളിൽ ആത്മാവ് വിലക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആസിയിൽ ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ സ്തോത്രം സംസാരിക്കരുതെന്ന് ആത്മാവ് വിലക്കി. സ്തോത്രം. അപ്പോൾ അവരെന്താണ് ചെയ്തത്? ഹല്ലേലൂയ സ്തോത്രം, ഫ്രിഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ച് മുസ്സയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. സ്തോത്രം. അങ്ങോട്ട് പോകുവാൻ എന്ത് ചെയ്തില്ല? ആത്മാവ് സമ്മതിച്ചില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ സ്തോത്രം ചിലത് വിലക്കുമ്പോൾ ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിൻ്റെ ആത്മാവ് ചിലത് ഒരുക്കി വെച്ചിട്ടാണ് ഹല്ലേലൂയ വിലക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പോകരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഹല്ലേലൂയ അന്ന് രാത്രിയിൽ ദർശനത്താൽ ഹല്ലേലൂയ പൗലോസിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ട് മക്കദോന്യ പുരുഷൻ വന്ന് പറയുകയാണ്, ഞങ്ങളെ സഹായിക്കുക. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ മനുഷ്യൻ ഹല്ലേലൂയ തടയുമ്പോൾ അതിന് പിന്നിൽ ഒന്നുമില്ല,
പിശാചി ചടഞ്ഞാലും ഒന്നുമില്ല. എന്നാൽ ദൈവം തടയുമ്പോൾ ഒന്ന് ഓർത്തുകൊള്ളണം, ദൈവം ഒന്ന് ഒരുക്കി വെച്ചട്ടെ തടയത്തുള്ളൂ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ പലപ്പോഴും ആത്മാവിന്റെ വിലക്ക് കേട്ടിട്ട് ദൈവമേ എന്താണ് എന്താണ് എന്ന് ദൈവത്തോട് ചോദിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ ചിലത് വിലക്കുമ്പോൾ അവൻ ഒരുക്കിയിട്ടാണ് വിലക്കുന്നത്. വൈഡവന ഹംദന റബലബൗ ഷൈഡവാരവ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. മക്ദോനിയ പുരുഷൻ വന്ന് പറയുകയാണ്, ഞങ്ങളെ വന്ന് സഹായിക്കുക. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദൈവാത്മാവ് ചിലത് വിലക്കി നിന്നെ ആക്കി വെച്ചിരിക്കുമ്പോൾ മറു സൈഡ് ഹല്ലേലൂയ ദൈവം ചിലത് വെളിപ്പെടുത്തുന്ന രാത്രിയായി മാറുകയാ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് വിലക്കുന്നിടത്ത് നീ പോകരുത്. ദൈവവചനം വിലക്കുന്നിടത്ത് നീ കടന്നു പോകരുത്. ദൈവവചനം ഹല്ലേലൂയ സ്തോത്രം പോകരുത് എന്ന് പറയുന്നിടത്ത് നീ പോകരുത്. പോയാൽ അതിന്റെ ഫലം എന്ന് പറയുന്നത് പരാജയമായി തീരും. എന്നാൽ ദൈവത്തിന്റെ ദർശനം പ്രാപിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ദൈവ വൈതലേ, ഇന്ന് രാത്രികാലം ദൈവം നിനക്ക് വേണ്ടി ചില ദൈവ പ്രവർത്തികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വിലക്കി സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ അന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ദർശനത്തിൽ അവരോട് പറഞ്ഞു, നിങ്ങൾ ഫിലിപ്പിയിലേക്ക് കടന്നു പോകണം. സ്തോത്രം. ദൈവത്തിന്റെ ദാസന്മാർ ഹല്ലേലൂയ സ്തോത്രം എങ്ങോട്ട് പോയി? ഫിലിപ്പിയിലേക്ക് കടന്നുപോയി. സ്തോത്രം. ഫിലിപ്പിയിൽ ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 16-12 വാക്യം ഒന്ന് വായിക്കും. സ്തോത്രം. ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടാണ് ദൈവദാസന്മാര് കടന്നുപോയത്. സത്യം പറഞ്ഞ അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രാർത്ഥനാ സ്ഥലം പോലും ഇല്ല. സ്തോത്രം. ദൈവം പറഞ്ഞിട്ടാണ് പോയത്. ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടാണ് പോയത്. ശബത്ത് നാളിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ചു. ഒരു പ്രാർത്ഥനാ സ്ഥലം പോലും അവര് കണ്ടുകിട്ടിയില്ല. സ്തോത്രം. എന്ത് ചെയ്തു? ദൈവദാസന്മാർ സുവിശേഷം പ്രസംഗിച്ചു. സ്തോത്രം ഹല്ലേലൂയ. മുമ്പ് ദൈവദാസൻ പ്രസംഗിച്ചല്ലോ, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപെടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമായ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഹല്ലേലൂയ. രക്താംബരം വിൽക്കുന്നവളും തുയത്തൈരക്കാരി പട്ടണക്കാരിത്യം ദൈവഭക്തിയുമായ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ലുദിയായുടെ ഹൃദയം ദൈവം തുറക്കുവാൻ വേണ്ടിയിടയായി തീർന്നു. ശൂന്യമാകുന്ന ഇടത്ത് ഹല്ലേലൂയ സ്തോത്രം കടന്നു ചെല്ലുമ്പോൾ അവിടെ ചില ദൈവം ഒരുക്കുന്ന ദൈവമാണ്. ദൈവം പറഞ്ഞിട്ടാണ് നീ പോകുന്നതെങ്കിൽ, ദൈവ ശബ്ദം കേട്ടിട്ടാണ് നീ പോകുന്നതെങ്കിൽ ശൂന്യ സ്ഥലത്ത് പോലും ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അവൾ പറയുന്നുണ്ട്, കർത്താവിൽ നിങ്ങൾ എന്നെ വിശ്വസ്ത എന്ന് ഹല്ലേലൂയ കാണുന്നുവെങ്കിൽ എന്റെ ഭവനത്തിൽ വന്ന് പാർപ്പീൻ. സ്തോത്രം. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വേണ്ടി ദൈവം വിശ്വസ്തരായ ആളുകളെ ഒരുക്കുന്ന ദൈവമാണ്. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പല ആളുകളുടെയും അടുത്ത് പോയി നീ നിരാശപ്പെട്ടു പോയിട്ടുണ്ട്. വിശ്വസ്തരെന്ന് വിചാരിച്ച പലരും മാറിപ്പോയപ്പോൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന വഴികൾ അത് വിശ്വസ്തതയുടെ വഴികളാണ്. ലുദിയ പറയുകയാണ്, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്തത എന്ന് അറിയുന്നുവെങ്കിൽ എന്റെ ഭവനത്തിൽ വന്ന് പാർക്കുക. ശൂന്യ സ്ഥലത്ത് ഹല്ലേലൂയ സ്തോത്രം ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഹല്ലേലൂയ ചില വിശ്വസ്തമായിരിക്കുന്ന ഹൃദയങ്ങളെ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ശബ്ദം കേട്ട്, ആത്മാവിന്റെ ശബ്ദം കേട്ട് ഹല്ലേലൂയ ശൂന്യതയുടെ നടുവിൽ നീ ആയിരുന്നാലും ഹല്ലേലൂയ സ്തോത്രം അവിടെ ചില ഹൃദയങ്ങളെ തുറന്ന് നിനക്ക് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ നന്മകളെ ഒരുക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നിന്നോടുകൂടെയുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ലുദിയായുടെ ഭവനത്തിൽ
കടന്നു ചെന്നു, അവർ പാർത്തു, അവിടെ പ്രാർത്ഥന ആരംഭിച്ചു. സ്തോത്രം. പ്രാർത്ഥന ആരംഭിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. 16-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. അവർ പ്രാർത്ഥനാ സ്ഥലത്ത് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനാ സ്ഥലത്ത് കടന്നു ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിക്കാരിയായിരിക്കുന്ന ബാല്യക്കാരത്തി ദൈവത്തിൻ്റെ ദാസന്മാർ ഇതാ പോകുന്നു എന്ന് പല നാള് പറഞ്ഞു. സ്തോത്രം. പൗലോസ് ഹല്ലേലൂയ സ്തോത്രം തിരിഞ്ഞ് അവളുടെ ഭൂതത്തെ ശാസിച്ചു. അത് അവളെ വിട്ടുപോയി. സ്തോത്രം. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് രാത്രികാലം നിന്റെ വാക്കിൻ്റെ മുമ്പിൽ ദൈവം പ്രവർത്തിക്കും. സ്തോത്രം. ഹല്ലേലൂയ. രാത്രികാലം നിന്റെ നാവിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നീ ഇറങ്ങി തിരിച്ചുവെങ്കിൽ, ദൈവത്തിൻ്റെ ആലോചന കേട്ട് നീ ഇറങ്ങി തിരിച്ചുവെങ്കിൽ, നിന്റെ വാക്കിലൂടെ അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവളെ വിട്ടുപോക എന്ന് പറഞ്ഞപ്പോൾ അത് അവളെ വിട്ടുപോയി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ചുമ്മാതല്ല, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ, ശൂന്യതയുടെ നടുവിൽ നിൽക്കുമ്പോൾ നിന്റെ നിൽപ്പിനെ കണ്ട് വില നൽകുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രികാലം നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ചില വാക്കുകളുണ്ടല്ലോ, അത് ദൈവ പ്രവൃത്തിയായി രൂപാന്തരപ്പെടുകയാ, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയായി മാറ്റപ്പെടുകയാ. ഹല്ലേലൂയ. നീ എവിടെ പാർത്താലും, നീ ഏത് ദേശത്തായിരുന്നാലും, ദൈവത്തിന്റെ നിയോഗപ്രകാരം നീ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നിന്റെ നാവിനെ ഹല്ലേലൂയ അവൻ അഭിഷേകത്താൽ നിറച്ച്, നിന്റെ നാവിലൂടെ ചില ദൈവപ്രവർത്തികൾ, നിന്റെ നാവിലൂടെ ചില വിടുതലുകൾ, നിന്റെ നാവിലൂടെ ചില അടയാളങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് പറയുക. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. നീ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചതാ, ദൈവത്തിൻ്റെ ആലോചന കേട്ട് നീ ഇറങ്ങി തിരിച്ചതാ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ അവളെ വിട്ട് പോക എന്ന് പറഞ്ഞപ്പോൾ അവിടെ പറയുന്നു, ആ നാഴികയിൽ തന്നെ അത് വിട്ടുപോയി. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. വില കൊടുക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവ ശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ വാക്കിൻ്റെ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്ര ചില പൈശാചിക പോരുകൾ വിട്ടുമാറും. ഹല്ലേലൂയ സ്തോത്ര. നിന്റെ നാവിന്റെ മുമ്പിൽ ചില അനുഗ്രഹങ്ങൾ രൂപപ്പെട്ടു വരുവാൻ വേണ്ടിയിടയായി തീരും. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായെങ്കിൽ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ലോകത്തിലെ സകലതും ഉണ്ടായെങ്കിൽ, ആത്മാവിന്റെ ശബ്ദം കേട്ട് നീ ഇറങ്ങി തിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ദൈവാത്മാവിന്റെ നിറവിലുള്ള വാക്കുകൾക്ക് ദൈവം അതിന് പൂർത്തീകരണം വരുത്തുന്ന അല്ലെങ്കിൽ നിമിഷങ്ങളായിട്ട് ദൈവം അതിനെ മാറ്റുകയാണ്. സ്തോത്രം. 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 അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ വാക്കിന് പോലും എന്ത് ചെയ്യും? സ്വർഗത്തിലെ ദൈവം വില നൽകുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ വെളിച്ചപ്പാടത്തിക്കാരിയായിരിക്കുന്ന യൗവനക്കാരിക്ക് സൗഖ്യമുണ്ടായപ്പോൾ അവളെ കൊണ്ട് ലാഭം വരുത്തുന്ന അവളുടെ യജമാനന്മാർ അറിഞ്ഞു. സ്തോത്രം. അറിഞ്ഞിട്ട് എന്ത് ചെയ്തു? പൗലോസിനെയും ശീലാസിനെയും അവരെ അടിച്ചു, അവരെ ഉപദ്രവിച്ചു. സ്തോത്രം. കാരാഗ്രഹ പ്രമാണിയുടെ കയ്യിലേൽപ്പിച്ചു. ദൈവദാസന്മാർ തടവറയിൽ അടയ്ക്കപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവശബ്ദം കേട്ടാണോ ഇറങ്ങി തിരിച്ചേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക എത്ര വേണ്ടത്.
സ്തോത്രം. ഹല്ലേലൂയ. ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഉപദ്രവങ്ങൾ ഉണ്ടാകും, കഷ്ടങ്ങൾ കടന്നു വരും. നാം നിരാശപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. കഷ്ടങ്ങളിൽ കൂടെ കടക്കുമ്പോഴും എന്തുണ്ട്? ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം, ആ തടവറയെ ദൈവത്തിൻ്റെ ദാസന്മാർ ഹല്ലേലൂയ സ്തോത്രം ഒരു അവസരമാക്കി മാറ്റി. സ്തോത്രം. കഷ്ടത വരുമ്പോൾ, നിന്ന വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്. നാം അതിനെ അവസരമാക്കി മാറ്റണം. സ്തോത്രം. എന്തിനു വേണ്ടി? ദൈവ പ്രവർത്തിക്ക് ഒരു അവസരമാക്കി മാറ്റണം. ഹല്ലേലൂയ സ്തോത്രം. എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. അടയ്ക്കപ്പെട്ട തടവറയിൽ അടയ്ക്കപ്പെട്ട ദൈവദാസന്മാർ അർദ്ധരാത്രിയിൽ അവർ പ്രാർത്ഥിച്ചു, പാടി ദൈവത്തെ ആരാധിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ആ ആരാധന സ്വർഗത്തിലെത്തിയപ്പോൾ സ്വർഗത്തിലിരിക്കുന്ന സർവശക്തനായ ദൈവം അവരുടെ ആരാധന കൈക്കൊള്ളുവാൻ തടവറയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ, ആ തടവറയ്ക്ക് ദൈവ സാന്നിധ്യത്തെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ വന്നപ്പോൾ അവിടെ വായിക്കുന്നു, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി. അല്ലെങ്കിൽ പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ആരാധന കൈക്കൊള്ളുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവൻ ആരാധന കൈകൊള്ളുവാൻ ഇറങ്ങി വരുമ്പോൾ അവന്റെ ഹല്ലേലൂയ ശക്തിക്ക് നീ ആയിരിക്കുന്ന തടവറയ്ക്ക് ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. അതിന്റെ അടിസ്ഥാനങ്ങൾ ഇളകും, അതിന്റെ അടിസ്ഥാനങ്ങൾ ഇളകും. അന്ന് രാത്രി ദൈവത്തിന്റെ ദാസന്മാർ പാടി ദൈവത്തെ ആരാധിച്ചു. പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോകുന്നതല്ല, നിർത്തുന്നതല്ല പ്രാർത്ഥന, ആരാധന എന്ന് പറയുന്നത്. പ്രതിസന്ധിയുടെ നടുവിലോ നാം ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആ തടവറയെ അവർ ഒരു അവസരമാക്കി മാറ്റി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി. ഹല്ലേലൂയ സ്തോത്രം. തടവുകാരെല്ലാം സ്തോത്രം ഹല്ലേലൂയ സ്വാതന്ത്ര്യരായി തീർന്നപ്പോൾ കാരാഗ്രഹ പ്രമാണി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യജമാനന്മാർ രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ സ്തോത്രം. തടവറ ആണെന്ന് പറഞ്ഞ് നീ നിരാശയോടെ ഇരിക്കരുത്, കണ്ണുനീരോടെ കൂടെ ഇരിക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. രക്ഷ പ്രാപിക്കുവാൻ, രക്ഷപ്പെടുവാനുള്ള ചില ആളുകളെ ദൈവം നിന്റെ മുമ്പിലേക്ക് അയക്കുമ്പോൾ നിരാശകളുടെ നടുവിൽ, തടവറകളുടെ നടുവിൽ നീ ഹല്ലേലൂയ വേദനയോട് കൂടെ ഇരിക്കരുത്. അതിനെ നീ ഒരു അവസരമാക്കി മാറ്റണം. സ്തോത്രം. 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 ഹല്ലേലൂയ സ്തോത്രം. അവർ എന്ത് ചെയ്തു? ആ തടവറെ ഹല്ലേലൂയ സ്തോത്രം ഒരു അവസരമാക്കി, ഒരു ദൈവ പ്രവർത്തിക്ക്, ഒരു ദൈവിക വിടുതലിന് കാരണമാക്കി മാറ്റി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ എന്താണ് സംഭവിച്ചത്? കാരാഗ്രഹ പ്രമാണിയും കുടുംബവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് ദൈവസഭയോട് ചേർന്നു. സ്തോത്രം. അതാണ് ദൈവപ്രവൃത്തി എന്ന് പറയുന്നത്, അതാണ് ദൈവത്തിൻ്റെ വിടുതൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. തടവറ വരുമ്പോൾ, ഉപദ്രവങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നിരാശപ്പെട്ടു പോകാതെ ഇതിലൂടെ ഹല്ലേലൂയ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. ഈ തടവറയിലൂടെ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. ഈ ഹല്ലേലൂയ കണ്ണുനീരിലൂടെ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നാം ദൈവ പ്രവൃത്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ 40-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 39-ാമത്തെ വാക്യം മുതൽ വായിക്കാം. 39-ാമത്തെ വാക്യം 16-ന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവൻ ഹല്ലേലൂയ സ്തോത്രം എന്ത് ചെയ്തു? തല്ലുകൊണ്ടവൻ ചെന്ന് സഹോദരന്മാരെ ആശ്വസിപ്പിച്ചിട്ട് ആ പട്ടണം വിട്ടുപോയി. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഭക്കാരെ ഹല്ലേലൂയ സ്തോത്രം പൗലോസിനെ ആശ്വസിപ്പിച്ചെന്നല്ല, തല്ലുകൊണ്ട് ഉപദ്രവം പ്രാപിച്ച ഹല്ലേലൂയ പൗലോസ് എന്ത് ചെയ്തു? ദൈവസഭയെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയിടയായി തീർന്നു. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ കർത്താവ് നമുക്ക് തരുന്ന നിമിഷങ്ങളൊക്കെയും ഹല്ലേലൂയ സ്തോത്രം ഒരു ആശ്വാസമായിട്ട് നമ്മൾ മാറണം, ഒരു ആശ്വാസമായിട്ട് മാറണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ പല
പലരും ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ദൈവസഭയ്ക്കുള്ളിൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ഉപദ്രവമായിട്ട് മാറുമ്പോൾ പ്രിയ ദൈവത്തിന്റെ പൈതലേ, ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ഉപദ്രവിക്കുവാനല്ല. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആശ്വാസമായിട്ട് മാറുവാൻ, അനേകർക്ക് ഒരു ആശ്വാസമായിട്ട് മാറുവാൻ. പ്രാർത്ഥിക്കുവാനാണെങ്കിൽ പ്രാർത്ഥന, മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുവാനാണെങ്കിൽ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുവാൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, മനോവ്യസന ഹേതുവായി ഒരു മനുഷ്യന്റെ മനസ്സിടിയുമ്പോൾ നല്ല വാക്ക് അതിനെ ആശ്വസിപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വാക്കുകൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്കൊരു ആശ്വാസമായിട്ട് മാറണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം? നാം ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്നവരായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ആ ദൈവത്തിൻ്റെ വചനം പറയുന്നു, സ്തോത്രം, ആസിയിൽ ദൈവ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് അവരെ വിലക്കി. അവർ ഫിലിപ്പിയിലെത്തിയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവിടെ ഹല്ലേലൂയ സ്തോത്രം, ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ വേണ്ടി ഇടയായി തീർന്നു. രാത്രികാലം ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ സ്തോത്രം ചിലതിനെ വിലക്കുമ്പോൾ, ചിലതിനെ അരുതെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ നാം പോകരുത്. അത് പരാജയമായി തീരും. മറിച്ച് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചില വഴികളെ ഒരുക്കും. എങ്ങോട്ട് പോകണമെന്നും എപ്രകാരം മുമ്പോട്ട് പോകണമെന്നും ദൈവം നമുക്ക് കാണിച്ചു തരും. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ മുമ്പോട്ട് പോകുന്ന ദൈവത്തിൻ്റെ പൈതലേ, നമുക്ക് വേണ്ടി ചില വിശ്വസ്തരെ അവൻ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. നമ്മുടെ വാക്കിന് അവൻ വില കൽപ്പിക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദൈവം അതിനെ അനുഗ്രഹമാക്കി മാറ്റും. ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട് ദൈവവചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും സ്തോത്രം, ദൈവമേ, അങ്ങയുടെ വചനം കേട്ട് മുമ്പോട്ട് പോകുവാൻ, അങ്ങയുടെ ശബ്ദം കേട്ട് മുമ്പോട്ട് പോകുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രികാലം ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവ് പലതിനെയും വിലക്കി 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 മാറ്റി നിർത്തുമ്പോൾ, കർത്താവേ, എന്തുകൊണ്ടും എനിക്ക് ഹല്ലേലൂയ സ്തോത്രം എന്നോട് നീ ഇപ്രകാരം പറയുന്നുവെന്ന് ദൈവത്തോട് ചോദിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, രാത്രികാലം അവൻ നിനക്ക് വേണ്ടി ഒരു വഴിയൊരുക്കുന്ന ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആരും കാണാതിരിക്കുമ്പോൾ, ആരും ഒരു ഹല്ലേലൂയ സ്തോത്രം നല്ല വാക്ക് പറയാതെ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ചില വിശ്വസ്തരെ നിന്റെ പക്കൽ ഏൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ചില വിശ്വസ്തരെ നിന്റെ അടുക്കലേക്ക് നൽകുന്ന ഒരു ദൈവമുണ്ട്. ചില വിശ്വസ്തരെ നിന്റെ ഭവനത്തിലേക്ക് അയക്കുന്ന ഒരു ദൈവമുണ്ട്. ചില വിശ്വസ്തരെ നിന്റെ കൂട്ടുവേലയ്ക്ക് നൽകുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അത് അത്ഭുതങ്ങളായി മാറുകയാണ്. നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അത് രോഗശാന്തിയായിട്ട് മാറുകയാണ്. നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൊണ്ട് ചില ഭൂതങ്ങൾ വിട്ടുമാറുകയാണ്. നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ കൊണ്ട് ചില ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പോകുകയാണ്. അനുഗ്രഹം അനുഭവിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ നാം അനുഗ്രഹിക്കുന്നവരായിരിക്കണം. രാത്രികാലം കർത്താവേ, ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് കർത്താവേ നിനക്ക് പ്രസാദകരമായിരിക്കണം. രാത്രികാലം നിന്റെ വാക്കിന് ദൈവം വില കൊടുക്കുന്ന, നിന്റെ വാക്കിന് ദൈവം മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. പ്രതിസന്ധികളുടെ നടുവിൽ അതിനെ അനുഗ്രഹമാക്കി ഹല്ലേലൂയ സ്തോത്രം നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ആദരങ്ങളെ തുറന്നുകൊണ്ട് ആര് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവോ, കർത്താവേ അതിനായി ഞങ്ങളെ ഒരുക്കണമേ. യൂത്ത് ഫെലോഷിപ്പിനെ ഒരുക്കണമേ. ദൈവസഭയെ ഒരുക്കണമേ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. നയിക്കപ്പെടുന്ന ആത്മാവിനാൽ, ഹല്ലേലൂയ, നയിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ, നിറയ്ക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ ചില ദൈവ പ്രവർത്തികൾ ഹല്ലേലൂയ എന്നിലൂടെ ഹല്ലേലൂയ ദൈവസഭയിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ ദേശത്ത് ദൈവം ചെയ്തെടുക്കുന്ന രാത്രിയാണ്. രാത്രികാലം എല്ലാവരും അതിരങ്ങളെ തുറന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord, praise the Lord. ഹല്ലേലൂയ. ആരും മൗനമായിരിക്കരുത്. കർത്താവേ, ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം കേട്ട ദൈവവചനം എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലായി തീർന്നുവെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് അകമയുള്ള കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ, ദൈവത്തോട് യാചരിച്ചാട്ടെ. രാത്രികാലം നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ സ്തോത്രം.
രാത്രികാലം നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുകയാണ്. ദൈവാത്മാവ് വിലക്കുന്ന ഇടങ്ങളിൽ ദൈവാത്മാവ് തന്നെ മറുപടി തരുന്ന ചില വിഷയങ്ങൾ ഇന്ന് രാത്രികാലം ഉണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് മറുപടി തരിക. അല്ലെങ്കിൽ വിലക്കുന്ന വിഷയങ്ങൾക്ക് തന്നെ ദൈവം തന്നെ മറുപടി തരുന്ന, ദൈവം ചില ദർശനങ്ങൾ നൽകുന്ന, ദൈവം ചില ആലോചനകൾ നൽകുന്ന ചില രാത്രിയാക്കി ദൈവം മാറ്റുക. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല പിതാവേ, അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. താവേ, യൂത്ത് ഫെലോഷിപ്പിൻ്റെ ഈ പ്രാർത്ഥനാ മീറ്റിങ്ങിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നതിനായി സ്തോത്രം, ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുന്നതിനായി സ്തോത്രം. താവേ, രാത്രിയിൽ ഞങ്ങൾ ചില വിഷയങ്ങൾക്ക് പ്രാർത്ഥിച്ച് പോകുന്നു എന്നുള്ളതല്ല, ചില ദൈവപ്രവൃത്തികൾ കാണുവാൻ, അല്ലെങ്കിൽ ദൈവിക വിടുതൽ കാണുവാൻ, ചില ദർശനങ്ങളാൽ, ആലോചനകളാൽ രാത്രികാലം ദൈവം ഞങ്ങളെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ ആലോചന കേൾക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ മാറിപ്പോയ അവസ്ഥകളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ ഇഷ്ടങ്ങൾ ചെയ്ത ഹല്ലേലൂയ പല കാര്യങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ടപ്പാ. രാത്രികാലം അതിൽ നിന്ന് ഹല്ലേലൂയ മാനസാന്തരപ്പെട്ട് ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ ആലോചന കേൾക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, യൂത്തിൻ്റെ പ്രവർത്തനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ യൗവനക്കാരെ ദൈവം ഒരുക്കുമാറാകണമേ. ദൈവദാസന്മാരെ അതിനെ ഒരുക്കണമേ. കർത്താവേ, നേതൃത്വം നിലനിൽക്കുന്ന ദൈവദാസന്മാരെ, സഹോദരന്മാരെ ദൈവത്തിനായി ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നിരാശപ്പെട്ടു പോകാതെ അതിനെയൊക്കെയും ഒരു അവസരമാക്കി മാറ്റുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അനേകർക്കൊരാശ്വാസമായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം. ദൈവം ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമയങ്ങളെ വേർതിരിച്ച് തന്ന യൂത്തിൻ്റെ